ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും മലയാറ്റൂർ വന്നിട്ട് മലയാറ്റൂർ കുരിശുമുത്തപ്പനെ മാത്രമല്ല കണ്ടിട്ടുള്ളൂ. മലയാറ്റൂർ നമ്മളറിയാത്ത ഒരുപാട് ഹിഡൻ സ്പോട്ടുകളുണ്ട്. അതിലൊരു ഹിഡൻ സ്പോട്ടാണ് നമ്മൾ ഈ കാണുന്നത്, അക്വാലൈറ്റ് എന്ന് പറയും. അക്വാലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കനാല് പണിതിട്ട് കനാലിൻ്റെ മുകളിൽ വാർത്ത് അതിൻ്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് നിലവിൽ. വൈകുന്നേരങ്ങളിൽ ഒരുപാട് ആളുകൾ ഇവിടെ സായാഹ്നം ആഘോഷിക്കാൻ വേണ്ടി ഇവിടെ വരും. നൈസായിട്ട് ഇവിടെ ഇരുന്ന് ആംബിയൻസ് ഇവിടെ സൂപ്പറാണ്. ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ വെയിലായ കാരണമാണ് ഒരു ക്ലൈമറ്റിന് ഒരു പ്രശ്നം കാണിക്കുന്നത്. പക്ഷേ നിലവിൽ ഇതിൽ നമ്മൾ ക്യാമറയിൽ കാണുന്നേക്കാളും സൂപ്പറാണ് നമുക്ക് ഇവിടെ വന്നിട്ട് മലനിരകൾ കാണാനായിട്ട്. നമ്മളാ ക്യാമറകളുടെ ക്വാളിറ്റി കുറവുണ്ടാവും കേട്ടോ, ഫോണാണ് അതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത്തിരി ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിലവിൽ ഇവിടെ കുറേ ആളുകളുണ്ട്. അവർക്കൊരു ശല്യമാകും, നാട്ടുകാർക്ക് ഒരു ശല്യമാവാത്ത രീതിയിൽ നമുക്ക് ഇവിടെ വന്ന് ഒരു ഹിഡൻ സ്പോട്ട് എന്നുള്ള നിലയ്ക്ക് ഇത് നമുക്ക് കണ്ടിട്ട് പോവാം. നല്ലൊരു മല, അതിൻ്റെ മുകളിൽ നിന്നിട്ട് അതിൻ്റെ ഒരു വ്യൂ നമുക്ക് റോഡിൻ്റെ ആംഗിൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കണ്ടോ, കാറ് കയറില്ല കേട്ടോ, ടൂ വീലർ മാത്രമേ വരുള്ളൂ. റോഡെന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ, റോഡല്ല കേട്ടോ ഇത്. ഇതിൻ്റെ ഉള്ളിൽ വെള്ളമാണ്, അതായത് കനാലാണിത് സംഭവം. കനാലിൻ്റെ മുകളിൽ സ്ലാവ് വാർത്തിട്ടാണ് അങ്ങനെ പണിതാക്കണതാണ്. ഇത് ഏകദേശം താഴ്ത്തേക്കൊരു 30 അടി 35 അടി താഴ്ത്തേക്ക് ഹൈറ്റ് ഉണ്ടാവും. കാല് ഫില്ലറും നിർത്തിയിട്ട് ഫില്ലറിന് മുകളിലേക്ക് പൊക്കിയിട്ട് ഉള്ളിലോ ഇതിൻ്റെ അടിയിൽ ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യണതിൻ്റെ അടിയിൽ വെള്ളമാണ്, അതായത് കനാലാണ് ഈ സംഭവം. കനാലിൻ്റെ മുകളിൽ സ്ലാവാണ്. അങ്ങനത്തെ സെറ്റപ്പാണിത്. നമ്മൾ മലയാറ്റൂരിലെ 3 സ്പോട്ടുകളാണ് കാണുന്നത് ഇതിനകത്ത് ഈ വീഡിയോയിൽ. അപ്പോൾ ഫസ്റ്റ് സ്പോട്ടായിട്ടാണ് ഇത് കണക്ക് കൂട്ടിക്കണത്. സെക്കൻഡ് സ്പോട്ടിലേക്ക് ഇനി നമ്മൾ യാത്ര ചെയ്യണം. അതിൻ്റെ വീഡിയോ കണ്ടിന്യൂസ് ഇതിനകത്തുണ്ട്, കാണുക കേട്ടോ എല്ലാവരും. സെക്കൻഡ് സ്പോട്ടിലേക്ക് നമ്മൾ പോയപ്പോഴാണ് നമുക്ക് അതിശയിക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടത്. ഒരു ദുരന്തം പിടിച്ചൊരു വീട് പോലെ, അതായത് ഒരു എന്താണെന്നറിയില്ല, നശിച്ച് കിടക്കുന്നൊരു വീട് പോലെ. പക്ഷേ വീട്ടിൽ ആൾത്താമസമുണ്ട്, കാര്യങ്ങളുണ്ട്, നമ്മൾ കണ്ടായിരുന്നു, സംസാരിച്ചായിരുന്നു. അത് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരു പുരോഗമനം അല്ലെങ്കിൽ ഒരു മാറ്റങ്ങൾ അവിടെ വരുത്താത്തത്, ആ വീടുകൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്തത് എന്താണാവോ എന്ന് ഞാൻ ചോദിച്ചു അവരോട്. മലയാറ്റൂരിൽ കാണാത്ത അടുത്ത സ്പോട്ട് കല്ലുവാതിൽ നമുക്ക് കാണാം. 2 പാറകളുടെ ഇടയിൽ കൂടെ വെള്ളം ഇങ്ങനെ അങ്ങോട്ട് ഒഴുകി വരുന്നു. കാണാം നമുക്ക്. പുനരധിവാസം നടത്താത്ത കുറച്ച് വീടുകൾ ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അവരുടെ വീഡിയോ ഞാൻ എടുത്തില്ല, കാരണം അതൊരു പ്രൈവസി ആണല്ലോ, അവർക്കൊരു പ്രൈവസി ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ അവിടെ വേണം എന്നുള്ള ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കല്ലുവാതിൽ എന്ന് പറയുന്ന സ്പോട്ട് ഇതാണ് കണ്ടോ. വെള്ളം ഈ പാറകളുടെ 2 പാറകളാണ്. ഈ 2 പാറകളുടെ ഇടയിൽ കൂടെയാണ് വെള്ളം വരുന്ന സ്പോട്ട് കണ്ടോ. ഇതാണ് കണ്ടോ വെള്ളം പോണാണ്. നമുക്ക് ഉള്ളിലേക്ക് കയറി പോവാം. ബായോ. ഗൈസ്, ഇത് കണ്ടോ, പാറേനെ പൊതിഞ്ഞിട്ടാണ് മരത്തിന്റെ വേര് നിൽക്കുന്നത്. കണ്ടോ വേരുകള്, മരത്തിന്റെ വേരുകൾ നിൽക്കുന്നത്. ഇപ്പം മലേനെ പിടിച്ചിട്ട്, ശരിക്കും പറഞ്ഞ പാറേനെ പിടിച്ചിട്ട് നിൽക്കുന്നത് മരമാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത് മരത്തിനെ പിടിച്ചിട്ട് പാറയാണ് നിൽക്കണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതേമാതിരിയാണ് ഇതിന്റെ വേരുകള് നിൽക്കണത്. കണ്ടോ സ്പോട്ട് നോക്കിയാൽ നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടോ.
നല്ല സെറ്റപ്പാണ് അവിടെ, നല്ല ആംബിയൻസാണ്. നമുക്ക് അവിടെ നിന്ന് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ എടുക്കാം. ഇവിടെ കുറേ ആൾക്കാർ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ വരുമ്പോൾ കുറേ കമിതാക്കളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഗുഹ പോലെ, അതായത് പാറ വന്ന് അടഞ്ഞ മറ്റേ ഗുഹ പോലെ നിൽക്കുന്നുണ്ട്. അങ്ങനെയൊന്നും കയറാൻ പറ്റില്ല. ഇപ്പോൾ എൻട്രി ഇല്ല, അതായത് പെർമിഷൻ ഇല്ല നമുക്ക് അങ്ങോട്ട് കയറാനൊക്കെ. ഇവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ വീഡിയോ എടുത്തു, നമ്മൾ ഇപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങും. നല്ല രസമാണ് അവിടെ, ആംബിയൻസൊക്കെ സൂപ്പറാണ്. കുറേ ആളുകളൂടെ ഉണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. അയ്യോ, ഒരു കാര്യം പറയാൻ പറഞ്ഞുപോയി. നമ്മുടെ ചാനല് കണ്ടവര് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ. ഇനിയും കാണുന്നവര് ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. ചെറുതായിട്ടൊന്നും ബെല്ലൈക്കൺ നിർത്തിക്കണം. നമ്മളിതുവരെ ഇൻട്രോയില് ഇന്ന പറയാൻ പറഞ്ഞിട്ടില്ല, സൈലൻറ്റിലും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ ചാനലിന് സപ്പോർട്ടിങ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. നല്ലൊരു രീതിയിൽ ചാനൽ മുന്നോട്ട് പോകണം. പല ഗുണങ്ങളുണ്ട്. അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്, വായിച്ചു കഴിക്കോളൂ. അതേപോലെ എല്ലാ വീഡിയോസും സപ്പോർട്ട് ചെയ്തോളൂ. നിങ്ങളാണ് എൻ്റെ ബലം, നിങ്ങളാണ് എൻ്റെ വായോ. എന്നാ ഇത് മുഴുവൻ ശ്രദ്ധിക്കണം കേട്ടാ, എന്താ ഇതൊക്കെ ശ്രദ്ധിക്കണം. വീഡിയോ ഓ എൻ്റെ മോനെ, അത് നോക്കിയാ അങ്ങോട്ട്. എന്താ ഒന്നുമില്ലല്ലോ ഗൈസ്. നമ്മൾ മുന്നേ വരുമ്പോഴേ എൻ്റെ ചാച്ചൻ്റെ വീട് ഇവിടെ താഴത്തുണ്ട്. ഞാൻ മുന്നേ വരുമ്പോൾ ഇത് ഇങ്ങനെ മരങ്ങളുണ്ടായിരുന്നില്ല. അതായത് നമുക്ക് ഇവിടെ നിന്ന് ഒരു നല്ലൊരു വ്യൂ കിട്ടായിരുന്നു. ഇപ്പം അതുണ്ടെന്ന് വെച്ചിട്ട് വന്നതാണ്. ചെറുതായിട്ടൊന്ന് ചീറ്റി പോയി, ഒരു ജാതി അവസ്ഥയായി പോയി. കുന്നുമരം കയറി വന്നിട്ട് അവസ്ഥ ഉണ്ടാവാനേക്കാളും മുന്നേ ഇങ്ങനെ ഒരു ടോപ്പ് വ്യൂ ആയിരുന്നു ഈ അട്ടമരം. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ അറ്റത്ത് കാണുന്ന മല വരെ, അത് ഏതാ മല എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയാം. അറ്റം വരെ കാണാമായിരുന്നു. ഇതിപ്പോൾ ഞാൻ കുറേ നാളായി വന്നിട്ട്, അത് എന്താ സംഭവം എന്ന് അറിയില്ല. ഇത്രയോടൊന്നും വലുതായി എന്നിട്ട് വളരണോ മരം കാരണം പോലെ കേറി വന്നു. ഇനി എങ്ങനെ ഇറങ്ങിപ്പോവും? ആ പെട്ടുപോയി ഗൈസ്, പെട്ടുപോയി. ഇതിന്ന് എങ്ങനെ ഇറങ്ങിപ്പോവും? വീഗാലാൻഡി പോണല്ലോ, ഒഴുകേണ്ടി വരും. ഞാൻ മുണ്ടല്ല, നീ മുണ്ടിക്കോ.